അവള് പറയുന്നത് സത്യാടാ. നിങ്ങളുടെ മോള് തന്നെയാ അത്. എടാ നീ എന്താ ഈ പറയുന്നത്? ഇതൊക്കെ എങ്ങനെ? നീ നീ എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ പറയുന്നതെല്ലാം സത്യാണ്. അത് നിങ്ങളുടെ മോള് തന്നെയാ. വിഷ്ണു, ഏതാ ഇത് ഞാൻ തന്നെയാ. കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്കിവിടെ വെച്ച് വേണ്ട. ഏതാ, നീ ആൽഫീനെയും കൂട്ടി വിഷ്ണുവിന്റെ കൂടെ ചെല്ല്. എന്നിട്ട് അവൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ അത് കേൾക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊണ്ട്. വിഷ്ണുവേട്ട വന്നോ? അല്ല, ഇത് ആൽഫിയും ഈതൻ അവരാണോ? അത് അതെ, ഇത് ഏതൻ, ഇത് ആൽഫി. ഹായ്. ഇത് അഞ്ജലി, എന്റെ വൈഫാ. എനിക്ക് നിങ്ങളെ രണ്ടാളെയും വളരെ നന്നായിട്ട് അറിയാം. വിഷ്ണുവേട്ടനിടയ്ക്ക് പറയാറുണ്ട്. അതിലുപരി സിയ പറഞ്ഞ നല്ലോണം അറിയാം. എന്നാ നീ പോയി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. നോ താങ്ക്സ്, തൽക്കാലത്തേക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട. ഇതൊക്കെ എന്താ ശരിക്കും? ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്ന് തെളിച്ച് പറയും, ഇതെന്താ സംഭവം? വിഷ്ണു, അഞ്ജലിയാണ് വിഷ്ണുവിന്റെ ഭാര്യയെങ്കിൽ സിയ. അയിനോ, നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാത്തിനുള്ള ഉത്തരം ഞാൻ തരാം. ഏതൻ, ഇന്ന് നീ കണ്ടില്ലേ, അത് നിന്റെ മോൾ തന്നെയാ. നിന്റെയും സിയയുടെയും മോള്. എന്റെയും സിയയുടെയും മോളോ? പക്ഷെ അതെങ്ങനെ? ഞാനെല്ലാം പറയാം. എനിക്ക് മനസ്സിലാവും, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ രണ്ടാളുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എല്ലാത്തിനുള്ള ഉത്തരം ഞാൻ തരാം നിങ്ങൾക്ക്. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടോ, സിയയ്ക്കൊന്ന് വയ്യാതായി അവള് ഹോസ്പിറ്റലായത്? അന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. സിയ, തനിക്കിപ്പോ എങ്ങനെയുണ്ടോ? ഇപ്പോ കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ തനിക്ക്? ഇല്ല, ഇപ്പോൾ ഓക്കെ ഫീലാണ്. നേരത്തെ തല പോലും നേരെ നിൽക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ കുഴപ്പമില്ല. വിഷ്ണു, ആക്ച്വലി എനിക്ക് എന്താ പറ്റിയത്? നോ, ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു, ശരിയാ. പക്ഷേ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദിവസവും മോർണിംഗ് എനിക്കൊരു വയ്യായികൊക്കെ തോന്നാറുണ്ട്. ഈ ഇടയായിട്ട് ഒട്ടും മര്യാദയ്ക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. എന്തോ ചില ഫുഡുകളൊന്നും എനിക്ക് പിടിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതാ ഞാൻ ചോദിച്ചത്. അത് പറയാൻ തന്നെ ഞാൻ വന്നത്. കൺഗ്രാറ്റുലേഷൻസ് സിയ, യു ആർ പ്രഗ്നന്റ്. വാട്ട്? വിഷ്ണു സീരിയസ് ആയിട്ട് പറയുന്നതാണോ? ഹേയ് സിയ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലും കോമഡി പറയോ? അത് പ്രത്യേകിച്ച് ഒരു ഡോക്ടറായ ഞാൻ. നോ വേ, ഞാൻ കാര്യമായി തന്നെ പറഞ്ഞതാടോ. പിന്നെ താൻ പറഞ്ഞില്ലേ തനിക്ക് ഈയിടെയായിട്ടുള്ള ഈ മോർണിംഗ് സിക്നസ് ഒക്കെ, ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. പ്രഗ്നന്റ് ആയിക്കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇതൊക്കെ ഉള്ളതാണെന്ന് അറിയാലോ. ഏതൻ വന്നിട്ടുണ്ടോ? വിഷ്ണു ഇത് വേറെ ആരെങ്കിലോടും പറഞ്ഞോ? തൽക്കാലത്തേക്ക് ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ആദ്യം അറിയേണ്ടത് താനാണെന്ന് എനിക്ക് തോന്നി. വിഷ്ണു, ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ചെയ്തുതരാൻ പറ്റുമോ? എന്താണോ താൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. അത് വേറെ ഒന്നുമല്ല വിഷ്ണു, ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് വേറെ ആരും അറിയണ്ട, ഏതം പോലും. ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്, പ്ലീസ്. അതെന്താണോ താൻ അങ്ങനെ പറഞ്ഞേ? ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം വല്ലതുണ്ടോ? ഇതാദ്യം അറിയേണ്ടത് ഏതനല്ലേ, അവനോട് പോലും പറയണ്ടെന്ന് പറയുമ്പോൾ. വിഷ്ണു ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. ഇതാദ്യം അറിയേണ്ടത് ഏതൻ തന്നെയാണ്. പക്ഷെ ഈ ന്യൂസ് എനിക്ക് ഏതനോട് പറയണം, അതാ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിപ്പോഴല്ല, സമയമാകുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട്. തൽക്കാലത്തേക്ക് ഈ ഒരു കാര്യം വേറെ ആരും അറിയണ്ട. ഓക്കെ, തൻ്റെ ഇഷ്ടം അതാണെങ്കിൽ
എനിക്ക് വേറെ എതിരഭിപ്രായമൊന്നുമില്ല. സമയമാകുമ്പോൾ താൻ തന്നെ പറഞ്ഞാൽ മതി. ഞാൻ എന്താണെങ്കിൽ ആരോടും ഇതിനെപ്പറ്റി പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടൊന്ന നമ്മുടെ വാവ. അത് ആ സ്വപ്നം ഇപ്പം യാഥാർത്ഥ്യമായിരിക്കുക. നിൻ്റെ അടുത്ത് ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് നിൻ്റെ അടുത്ത് ഇത് പറയണമെന്നുണ്ട്. പക്ഷെ നീ എങ്ങനെ പ്രതികരിക്കുന്ന എനിക്കറിയില്ല. ഞാൻ എങ്ങനെ ഇത് പറയാം? എല്ലാം നീ നീ ഒരുപാട് ഹാപ്പിയാവും എനിക്കറിയാം. പക്ഷെ എല്ലാം സംഭവിച്ച സാഹചര്യം അത് ഞാൻ നിന്നെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എനിക്കറിയില്ല. നീ എന്തത് ആളെ വിളിച്ച് വരുത്തി കളിയാക്കാണോ? ഇമ്പോർട്ടൻ്റ് ആണ്, വേഗം വരണം, എനിക്ക് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. എന്താ കാര്യം? അയ്യോ, എന്നെപ്പോൾ കടിക്കുകയോ? ഓക്കെ കൂൾ ഡൗൺ ബാല, ഞാൻ പറയാം. ഒരു 1 വീക്ക് എൻ്റെ ശല്യം ഉണ്ടാവില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. അതെന്താ, നീ എങ്ങോട്ട് പോവാ? അല്ല, ഇനി അന്ന് പറഞ്ഞ പോലെ സന്യസിക്കാൻ വല്ലതും പോവാണോ? അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് വേണ്ടി ആക്കണ്ട, ജീവിതകാലം മൊത്തം അങ്ങ് സന്യസിക്കാൻ പൊക്കോ. അതാകുമ്പോൾ കുറച്ച് എളുപ്പമായിരിക്കും. ഓഹോ, ആർക്ക്? തനിക്കായിരിക്കില്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഒരാഴ്ച അത് സന്യസിക്കാനൊന്നും പോകുന്നതല്ല. എൻ്റെ കസിൻ്റെ മാരേജാണ്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. ഇതിനാണോ നീ സീരിയസ് ആയ ഒരു കാര്യമുണ്ട് വേഗം വരാൻ പറഞ്ഞ് എന്നെ വിളിച്ചു വരുത്തിയത്? അല്ല, നിനക്കിത് ഫോൺ വഴിയും പറയായിരുന്നല്ലോ. ഇടോ മണ്ട മന്നബുദ്ധി, തലയ്ക്കകത്ത് ആൾതാമസമില്ലാത്തവനേ. എന്നെ ഭാവിയിൽ കെട്ടാൻ പോകുന്ന എൻ്റെ കെട്ടിയോനെ ഒരാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ പോകുന്നതിന് മുന്നേ ആ തിരുമോന്തൊന്ന് കാണാൻ വേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയതാണ്. ഓഹോ, അപ്പോൾ കണ്ടല്ലോ. എന്നാൽ ഞാൻ ഇനി അങ്ങോട്ട്. നിനക്കെന്നെ മിസ്സാവില്ലേ? എന്നെ കാണാതെ ഒരാഴ്ച നിന്നെ കൊണ്ട് എങ്ങനെ? അതിന് നമ്മളിന്ന് ഫോൺ വിളിച്ച് സംസാരിക്കല്ലോ, പിന്നെന്താ? അല്ലേടി കെട്ടിയോളെ, നീ എന്നാത്തിനിങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നേ? ഒരാഴ്ചയിലേ ഉള്ളൂ, അത് ദോ പോവും. അതിനാണോ ഇങ്ങനെ? ഓക്കെ ഫൈൻ, അപ്പോൾ ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നതാണ്. തനിക്കെന്നെ മിസ്സാവത്തില്ല അല്ലേ? ശരി. ഡോഡോ, ചുമ്മാക്കി നിൽക്കല്ലേ, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. താ എന്തോ എങ്ങനെ ഒരുമാതിരി അൺറൊമാൻറ്റിക് മൂരാച്ചി. പണ്ടൊക്കെ എന്തൊരു സ്നേഹമായിരുന്നു, തേനും പാലും ഒഴുകായിരുന്നു. ഇപ്പോഴോ ആയിഷ്, എന്തോന്നിത് ചെയ്യാമോ? ഒരാഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. പിന്നെ എൻ്റെ സിയാമ ചൂടാവുമ്പോൾ കാണാൻ എന്നാ ലുക്കാന്നറിയോ? കൂടുതൽ സൂപ്പിടാൻ നിൽക്കല്ലേ. അവസാനം ഇനി ഒരു കാര്യം കൂടി ചോദിക്കാം, എൻ്റെ കൂടെ പോരുന്നുണ്ടോ? ഇല്ല സിയാമോ, എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. എനിക്കറിയാലോ ഓഫീസിലെ കാര്യങ്ങളൊക്കെ. എനിക്ക് വരാൻ പറ്റത്തില്ല, സോറി. തൻ്റെ സോറി താൻ കൊണ്ടുവല്ല ഉപ്പിലിട്. ഇനി ഇവിടെ നിന്ന് ഞാൻ ശരിയാവില്ല. അപ്പോൾ ഗുഡ് ബൈ, ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം. ഇതാരും ഈ സമയത്ത്? ആൽഫിൻ്റെ അടുത്ത് ഞാൻ എനിക്ക് ഫുഡ് വേണ്ടാന്ന് പറഞ്ഞതാണല്ലോ. ഏതൻ? സർപ്രൈസ്. എന്നെ ആലോചിച്ചിരിക്കാറുന്നില്ല, സത്യം പറഞ്ഞു. നോ വേ, എനിക്ക് വേറെ പലതും ആലോചിക്കാണ്ടായിരുന്നു. അല്ല, വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെ ഇവിടെ എത്തി? ഞാൻ പറന്ന് വന്നു, പറന്ന് 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 നിന്നെ കാണാൻ തോന്നി, ഞാൻ വന്നു. ഓ, കുടിച്ചിട്ടുണ്ടല്ലേ? താഴത്തെ പാർട്ടി കൂടിയിട്ടായിരിക്കും വന്നത്. കുറേ ഒന്നുമില്ല, ലേശം എന്തോ ഇച്ചിരി. അവരൊക്കെ അങ്ങനെ നിർബന്ധിച്ചപ്പോ. അല്ല, ഇതെന്തോ പറ്റി? എന്തൊക്കെയായിരുന്നു? വരത്തില്ല, ഒരാഴ്ചയല്ലേ ഉള്ളൂ, അത് തോന്ന് പറഞ്ഞു പോകും. എന്നിട്ടെന്താ ഇവിടെ?
ഒരാഴ്ച ഒരു പകലെങ്ങനെയാ നീ ഇല്ലാതെ തള്ളി നിൽക്കാന്ന് എനിക്കറിയുള്ളൂ. ദാറ്റ് മീൻസ് എന്നെ ഒരുപാട് മിസ് ചെയ്തു. അപ്പോൾ ഞാനില്ലാതെ ഒട്ടും പറ്റത്തില്ല. എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാലേ പറ, എത്രത്തോളം ഇഷ്ടമാണ്? അങ്ങനെ ചോദിച്ചാൽ ഒരു 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 മണൽ തരിയുടെ അത്ര ഇഷ്ടം എനിക്ക്. ഓഹോ, താൻ പോളോ തേപ്പ് പാല. അല്ലെങ്കിലും തനിക്ക് ഈയിടെയായിട്ട് ഒരു സ്നേഹമില്ല. പാവം ഞാൻ. ആരാ പറഞ്ഞ സ്നേഹമില്ലാന്ന്? ഉണ്ടല്ലോ, ഒരുപാടുണ്ടല്ലോ. ഞാൻ ഒന്ന് കാണിച്ചു തരാം. വാ. മോനെ കുട്ടാ, ഏടാ. അയ്യോ, എന്താ കുട്ടാ, നല്ല തലവേദന ഉണ്ടല്ലേ? ശ്യാമ, ഞാനിതെവിടാ? അല്ല, ഞാനെങ്ങനെ ഇവിടെ? അപ്പോൾ ഇന്നലെ ചെയ്ത് കൂട്ടിയതൊന്നും ഓർമ്മയില്ല. കുടിച്ചൊരു ബോധമില്ലാണ്ട് എൻ്റെ റൂമിൽ വന്നിട്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാ വന്നത്. താഴെ വന്നത് ഓർമ്മയുണ്ട്. അങ്കിളും എല്ലാവരും കൂടി നിർബന്ധിച്ചപ്പോൾ ലേശം അത് കഴിഞ്ഞൊന്ന്. സിയ, ഞാൻ നിന്നോട് ഞാൻ വേറൊന്നും. സോറി സിയ, ഞാൻ പേടിക്കണ്ട, ഒന്നും ഉണ്ടായിട്ടില്ല. നീ റൂമിൽ വന്നു, നീ വോമിറ്റ് ചെയ്തായിരുന്നു. സോ അതാ നിൻ്റെ ഡ്രസ്സ് ഞാൻ ചേഞ്ച് ആക്കിയത്. വേറെ ഒന്നുമില്ല, നീ പേടിക്കണ്ട. ഓക്കെ. ഞാൻ വിചാരിച്ചു എനിക്കെന്തോ ബാക്കിയൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നീ എന്താണെങ്കിലും വേഗം റെഡിയാവാൻ നോക്ക്. എല്ലാവരും അന്വേഷിക്കില്ലെങ്കിൽ നമ്മളെ. എല്ലാം അങ്ങ് സംഭവിച്ചു പോയതാ. ശരിക്കും ഫോഴ്സ് ചെയ്തിട്ടൊന്നും ആയിരുന്നില്ല. എങ്കിൽ പോലും പിറ്റേ ദിവസം ഏതെൻ്റെ മുഖത്തൊരു ഗിൽറ്റ് ഫീൽ കണ്ടപ്പോൾ എനിക്കൊന്നും പറയാനും തോന്നിയില്ല. എന്ന് വെച്ച് എനിക്ക് റിഗ്രറ്റൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങളുടെ ബേബിയാണ്. ഞാൻ ഏതെൻ്റെ അടുത്ത് എല്ലാം പറയും. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി ഒരു സർപ്രൈസ്. എനിക്കെന്താണെങ്കിലും പറയാൻ തോന്നിയത് നന്നായി. ഞാൻ വിചാരിച്ചു മേ ബി താൻ ഇതിൽ ഹാപ്പിയിലായിരിക്കും. എനിവേ സാരില്ല, താൻ തന്നെ പറഞ്ഞാൽ മതി. എൻ്റെ മോള്, അത് എനിക്ക് മനസ്സ് ഒന്നും ഞാൻ അറിഞ്ഞു പോലില്ല. ഏതാ ഇതിൽ നിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. നിനക്കൊന്നും അറിയില്ലായിരുന്നു, സിറ്റുവേഷൻ അതായിരുന്നു. നിങ്ങൾ എന്തിനാന്ന് കള്ളം പറഞ്ഞേന്നോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്കൊരു വാക്ക് എന്നോട് പറയായിരുന്നു. എൻ്റെ മോള് ഞാനറിയാതെ. ഏതാ നിന്റെ ഓരോ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നിന്നോട് ചെയ്ത തെറ്റിനുള്ള ന്യായീകരണങ്ങളാവില്ല എന്ന് എനിക്കറിയാം. പക്ഷെ അന്നത്തെ അവസ്ഥ അതായിരുന്നു. അതുകൊണ്ട് പറ്റിപ്പോയതല്ല. നിന്നോട് ക്ഷമ ചോദിക്കാനല്ലാതെ എനിക്കൊന്നിനും ആവില്ല. എല്ലാം ക്ഷമിക്കണം അല്ലേ? എന്ത് ചെയ്തിട്ടും അവസാനം മാപ്പെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം തീരും അല്ലേ? ശരി, എല്ലാം ഞാൻ ക്ഷമിക്കാം. 6 വർഷങ്ങൾക്ക് മുന്നേ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ വേണ്ടാന്നും പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ നിന്നാണ് അവളെന്നിറങ്ങിപ്പോയത്. എന്നെ അടിമുടി തകർത്തിട്ട്
എന്ത് തെറ്റാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? അവളെ ജീവനത്തിൽ സ്നേഹിച്ചത് അല്ലേ? ശരി, അവൾ ചെയ്ത ആ തെറ്റ് അത് ഞാൻ ക്ഷമിക്കാം. കാല് പിടിച്ചില്ലേ ഞാൻ അവളുടെ. എനിക്കവളില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന് പോവരുതെന്ന് പറഞ്ഞു. ഒരു വില എനിക്ക് തരാതെ മറ്റൊരാളെയാ സ്നേഹിക്കുന്നതെന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, അത് ഞാൻ ക്ഷമിക്കാം. എല്ലാവരുടെ മുന്നിലും എന്നൊരു വിഡ്ഢിയാക്കി, കോമാളിയാക്കി, എല്ലാം ഞാൻ ക്ഷമിക്കാം. എൻ്റെ സ്നേഹത്തെ അത് ഞാൻ ക്ഷമിക്കാം. നിങ്ങൾ രണ്ടാളും കൂടി എന്നോട് ചെയ്തതെല്ലാം ഞാൻ ക്ഷമിക്കാം. പക്ഷെ എൻ്റെ രക്തത്തെ എന്നീന്ന് അകറ്റി നിർത്തിയത്, എന്നെ അറിയിക്കാതിരുന്നത് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല. ഒരാളോടും ഇത് ഞാൻ ക്ഷമിച്ചു തരില്ല. നിന്നെ എനിക്ക് മനസ്സിലാവും ഈതൻ. ക്ഷമ ചോദിക്കാൻ എന്നെ കൊണ്ടാവുള്ളൂ. ക്ഷമിക്കണോ വേണ്ടേ എന്നുള്ളത് നിന്റെ കയ്യിലാണ്. പിന്നെ നീ ഇപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതെല്ലാം നീ മാറ്റി പറയും. നിന്നെ കുറച്ചുകൂടി മുമ്പ് എല്ലാം അറിയിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പക്ഷെ അതിനൊരവസരം കിട്ടിയത് ഇപ്പോഴാ. പിന്നെ ഇനിയൊന്നും ഇനിന്ന് നിന്റെ മോളെ തട്ടിപ്പറയ്ക്കാനൊന്നുമല്ല, നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടി തന്നെയാ. സത്യതായിരുന്നെങ്കിൽ, അത് ഏതെൻ്റെ കുഞ്ഞായിരുന്നെങ്കിൽ എന്തിനാ അവൾ അന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്? പറയാം. അതിനു മുന്നേ എനിക്കൊരു കാര്യം ഇതിനോട് ചോദിക്കാനുണ്ട്. ആൽഫി, മേ ബി ഇത് നിന്നെ ഹേർട്ട് ചെയ്യും, പക്ഷെ എനിക്കിത് ചോദിക്കാതിരിക്കാനാവില്ല. ഏതൻ അഥവാ സിയും മോളും നിന്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നാൽ നീ അവരെ അക്സെപ്റ്റ് ചെയ്യൂ? അഥവാ നീ അവരെ അക്സെപ്റ്റ് ചെയ്താൽ ആൽഫി, ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണം. വിഷ്ണു, ആൽഫി, നീ ഒന്നും പറയണ്ട. നിന്റെ ഉത്തരം എന്തായിരിക്കുന്ന എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ആങ്ങളെയും പെങ്ങളെയും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. എനിക്ക് കേൾക്കേണ്ടത്, അറിയേണ്ടതും ഏതെന്റെ ആൻസറാ. പറയേതാ, എന്തായിരിക്കും നിന്റെ തീരുമാനം?